അയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന എന്താണ്? ഇതാ സന്നിധാനത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെക്കാൻ പോകുന്ന വാതിൽ ഇതാ പൂജിക്കുന്നു. എവിടുന്നോ ഒരു ചെമ്പുപാളി എടുത്ത് അതിനകത്ത് 5-6 ഗ്രാം സ്വർണവും പൂശി പെയിൻറ്റും അടിച്ച് അവിടെ കൊണ്ടുവച്ച് അത് വാതിൽ പൂജ നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സന്നിധാനത്ത് വാതിൽ പൂജ നടത്താനോ സന്നിധാനത്തൊരു പ്രത്യേക വാതിലോ ഈ സാഹചര്യത്തിലും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വാതിലിൻ്റെ പേരിൽ വ്യാജവാതിലുണ്ടാക്കി പൂജ നടത്തി. വ്യാജവാതിൽ പൂജ എന്ന് തന്നെ പറയണം. അത് സംഭവിച്ചത് 2004 മറ്റോ ആണ്. ഇത് അതിനുശേഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിശ്വംഭരൻ പറയുന്നത്. അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ് വാതിൽ പൂജ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഈ 2024 സംഭവിച്ചു. 2004 പുറത്താക്കിയ ഇയാൾ അന്ന് തട്ടിപ്പുകാരനാണെന്നോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളുടെ പുറത്താക്കിയ ഇയാൾ പിന്നീട് വീണ്ടും അതേ ക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്നുവെന്നും അവിടെ പോയി ഈ വാതിൽ പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ വീണ്ടും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇയാൾ കൂടുതൽ സ്വാധീനശേഷിയുള്ള ആളായിട്ട് മാറുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ അയ്യപ്പ ഭക്തരെ സന്നിധാനത്ത് കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകിച്ച് VIP ദർശൻ കൊടുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പ്രസാദങ്ങൾ വാങ്ങിക്കൊടുക്കുക, പടിപൂജയ്ക്കുള്ള അവസരം കൊടുക്കുക, നെയ്യഭിഷേകത്തിനുള്ള അവസരം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു ഇടനിലക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കാലാകാലങ്ങളിലായിട്ട് വിവിധ ബോർഡുകളിലെ അംഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ, ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ ശബരിമലയിലെ ഒരു അവതാരമായി സ്വയം മാറിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.